സർവശക്തനായ ദൈവം ഇന്നൊരു ദിവസം നമുക്ക് ദാനമായി തന്നതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവെഴുത്തുകളുമായി നമ്മുടെ ചാനൽ മാസ്റ്റർ സ്പോട്ട് എന്ന ചാനലിൽ ദൈവം വീണ്ടും ഒരവസരം എനിക്ക് തന്നതിനായ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളിന്ന് ചിന്തിപ്പാൻ പോകുന്ന ഒരു റവലേഷൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന അഥവാ ലാറ്റിൻ ഭാഷകളിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട് യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതണമെന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട് പറയുന്നു, എഴുതിയത് എഴുതി. ഇതിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠകൃപയാൽ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വിഷയമുണ്ട്. അതിനകത്തൊരു മർമ്മമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ പീലാത്തോസ് എന്ന് പറയുന്ന ആ നാടുവാഴി എല്ലാ പേരും നോക്കി നിൽക്കെ താൻ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്, യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവ്, അല്ലെങ്കിൽ ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. പക്ഷേ താൻ എഴുതിയിട്ടത് ദൈവത്തിൻ്റെ കൈ പോലെയാണ്. കാരണം ആ എഴുതിയിട്ടത് പണ്ട് അല്ലെങ്കിൽ അപ്പോൾ യഹൂദന്മാർ ഭയപ്പെട്ടിരുന്നതായ തൻ്റെ എഴുതുമ്പോൾ എഴുതുന്ന ആ തൂവൽ അല്ലെങ്കിൽ പേന, അവരുടെ എഴുത്തുകോൽ അവർ ഒടിച്ചു കളയുമായിരുന്നു ആ പേരെഴുതിയിട്ട്. അത്രത്തോളം ഭയഭക്തിയോടെ നോക്കുന്ന ഒരു നാമം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഞാൻ ആ നാമത്തെക്കുറിച്ച് പറയാനല്ല വന്നത്. ആ നാമം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. എന്താണ് നാമം എന്ന് നമുക്ക് നോക്കാം. അവിടെ എഴുതിയിരിക്കുന്ന ഭാഷ ഇതാണ്. ഇവിടെ എഴുതിയത് ഇതാണ്. ആ എഴുത്ത് എപ്പോഴും ഹെബ്രായ ഭാഷയിൽ ഇടത്ത് ഭാഗത്തുനിന്ന് യേശുവ എന്നെഴുതിയിരിക്കുന്ന ആരോ കാണിച്ചിരിക്കുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടേ വായിക്കത്തുള്ളൂ. എഴുതിയിരിക്കുന്ന എഴുത്ത് ഇങ്ങനെയാണ്: നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നാണ് എഴുതിയിരുന്നത് മലയാളത്തിൽ. ഹിബ്രുവിൽ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നത് യേശുവ ഹനസ്രിയെ വക്മേലക് ഹയൂതാം എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് മുകളിൽ നിന്ന് താഴോട്ട് എഴുതുമ്പോൾ യേശുവ എന്ന യേശുവയുടെ വയും ഹനസ്രേ എന്ന് പറയുന്നതിൻ്റെ എച്ചും വക്മെലക് അല്ലെങ്കിൽ മെലക് എന്ന് പറയുന്നതിൻ്റെ ഡബ്ല്യുവും യഹൂദിയും എന്ന് പറയുന്ന എച്ചും എടുത്താൽ താഴെ എഴുതിയിരിക്കുന്നത് പോലെ അവർ വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അത് യഹോവ എന്നതാണ് ആ നാമം. എന്ന് പറഞ്ഞാൽ ഈ തൂങ്ങിക്കിടക്കുന്നവൻ യഹോവ എന്നല്ല, യഹോവ സാക്ഷ്യപ്പെടുത്തിയവനാണ് താഴെ കിടക്കുന്ന. ദാറ്റ്സ് ആരോ. യഹോവ സാക്ഷ്യപ്പെടുത്തിയ അവരുടെ ദൈവമായ യഹോവ അവർക്ക് സാക്ഷ്യം പറഞ്ഞ് കൊടുത്തിരുന്ന അല്ലെങ്കിൽ കൊടുക്കാമെന്നുള്ള വാഗ്ദത്തം ആയിരുന്നു അവർ ക്രൂശിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ വികാരം പശ്ചാത്താപമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വികാരം പശ്ചാത്താപമാണ്. യഹൂദന്മാർക്ക് പശ്ചാത്താപമുണ്ടാക്കാൻ ദൈവം അങ്ങനെ ഒരു മേലെഴുത്ത് അവിടെ എഴുതി വെച്ചു. അവർ പറഞ്ഞു, ഇത് മായ്ക്കണം. പീലാത്തോസ് പറഞ്ഞു, എഴുതിയത് എഴുതി. നസറേയനായ യേശു യഹൂദൻ്റെ രാജാവെന്ന് എഴുതിയപ്പോൾ അവരറിയാതെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പാനകത്തുണ്ടായിരുന്നു. നിങ്ങൾ ഭയപ്പെട്ടിരുന്ന നാമം, നിങ്ങൾ പേടിച്ചിരുന്ന നാമം, നിങ്ങൾ ഭയത്തോടെ വിറങ്ങലിച്ച് ആരാധന കഴിച്ചുകൊണ്ടിരുന്ന നാമം, ആ നാമത്തിൻ്റെ പൂർത്തീകരണമാണ്, ആ ലോയാണ് ഈ താഴെ കിടക്കുന്ന ആൾ. ഞാൻ പണ്ട് നിങ്ങൾക്ക് തന്ന വാഗ്ദത്തമാണ് ഈ കിടക്കുന്ന ആൾ. ആ ആളെയാണ് നിങ്ങൾ ക്രൂശിച്ചത് എന്ന് ഒരു റവലേഷൻ എന്നതുണ്ട്. തൻ്റെ മുകളിൽ എഴുതിയിരുന്ന എഴുത്ത് യഹോവ എന്ന വാക്കായിരുന്നു.
തീർന്നില്ല. ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം എന്താണ് ഒരു സന്ദേശം തരുന്നതെന്ന് നമ്മൾ ചോദിച്ചാൽ അതിനകത്തൊരു വലിയ ആത്മീക 2024 വ്യാപരിക്കുന്നൊരു മർമ്മമുണ്ട്. എന്താണെന്നറിയാവോ? ആ 2024 നമ്മൾ നോക്കിയാൽ അന്ന് യഹോവ എന്ന നാമം അതിന് മുകളിൽ നാമകരണം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അതിഭയങ്കരമായ നാമത്തെ ഹോൾഡ് ചെയ്യുന്ന മേലെഴുത്തുള്ളവരാണ്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്ന് ആ മനസാക്ഷിയിൽ പൂർണ്ണമായി ബോധവും വിശ്വാസവുമുള്ള ഒരു ദൈവ പൈതൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏത് മതവിഭാഗത്തിലുള്ളവരാകട്ടെ, ദൈവം ഒരിക്കലും മതത്തെ നോക്കിയോ വർണ്ണം നോക്കിയോ ജാതി നോക്കിയോ കുലം നോക്കിയോ നിൻ്റെ കുടുംബത്തിലെ ശ്രേഷ്ഠ മഹിമ നോക്കിയോ നിന്നെ വിളിച്ചിട്ടില്ല. അങ്ങനെ വിളിച്ചിരുന്നത് നിങ്ങൾക്ക് ആഹാരം തരത്തില്ലായിരുന്നു, വെള്ളം തരത്തില്ലായിരുന്നു, സൂര്യപ്രകാശം തരത്തില്ലായിരുന്നു, ആരോഗ്യം തരത്തില്ലായിരുന്നു, ഒന്നുമേ തരത്തില്ലായിരുന്നു. ദൈവം എല്ലാം സർവശക്തൻ ദാനമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവം നമ്മുടെ പുറത്ത് ക്രിസ്തു എന്ന, അയ്യോ ക്രിസ്തു ഇസ്രായേലിൻ്റെ ദൈവമല്ലേ? നോ, ക്രിസ്തു എന്നത് വാക്കിൻ്റെ അർത്ഥം അഭിഷേകം, എനർജി എന്നാണ്. നിങ്ങൾ തളർന്നു പോകുമ്പോൾ, നിങ്ങൾ വീഴുന്നു പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തകർന്ന് തരിപ്പണമായെന്ന് തോന്നുമ്പോൾ അകത്ത് നിന്നൊരു ശബ്ദം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ശബ്ദമാണ് ക്രിസ്തു. ഈ പ്രപഞ്ചം മൊത്തം സൂര്യൻ എന്ന എനർജിയിൽ നിൽക്കുമ്പോൾ യേശുക്രിസ്തു എന്ന എനർജിയിലാണ് മാനവരാശി മുഴുവൻ നിൽക്കുന്നത്. അയ്യോ എനിക്ക് എൻ്റെ ദൈവത്തെ മതി. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിശ്വസിച്ചുകൊള്ളൂ. അതിനകത്തും ക്രിസ്തു ഉണ്ടെന്ന് എനിക്ക് കാണിക്കാൻ പറ്റും. അതിനകത്ത് ക്രിസ്തു നിങ്ങളെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഒരൊറ്റ കാര്യം നിങ്ങളോട് ഞാൻ പറയാം. നിങ്ങളേത് അവസ്ഥയിലായാലും ക്രിസ്തുവിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. ചിലപ്പോൾ ജോലിയില്ലായിരിക്കും, ജോലികളുടെ ഇടയിൽ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയായിരിക്കും, ജോലിയിൽ വിഷയങ്ങളുണ്ടായിരിക്കാം, കുടുംബത്തകർച്ചകളായിരിക്കാം. യേശുക്രിസ്തു ഒന്നും മാറ്റാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ ഭാവഭാഗത്തോട്ട് വന്നാൽ നിങ്ങൾ പോസിറ്റീവായി മാറാൻ തുടങ്ങും. നിങ്ങളുടെ ചിന്താഗതികൾ മാറാൻ തുടങ്ങും. ഒരൊറ്റ ചിന്ത ഐഡിയ എന്നൊരു സിമ്മിനെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, ഒരൊറ്റ ചിന്തയാണ് പലരുടെയും ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരൊറ്റ ചിന്തയാണ് ഒരു ഫ്ലൈറ്റിന് രൂപകൽപ്പന ചെയ്യാൻ റൈറ്റ് സഹോദരന്മാർക്ക് അനുവാദം കൊടുത്തെങ്കിൽ, ഓരോരുത്തരുടെ ചെറിയ ചിന്തയാണ്. ആ ചിന്ത അവരുടെ ചിന്ത മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ അവർ പോയ പാതകൾ നമുക്കറിയത്തില്ല. ആ ചിന്തകളുടെ ഇടയിൽ, ആ പാതയുടെ ഇടയിൽ ദൈവം അവരുടെ ഇടയിൽ ഒരു പോസിറ്റീവ് തിങ്കിങ് കൊടുത്തു അവരെ എഴുന്നേൽപ്പിച്ചുള്ളൂ. ഞാൻ പറയട്ടെ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളേത് വിഷയത്തിലാണെങ്കിലും, എന്ത് തകർച്ചയിലാണെങ്കിലും, എന്ത് അസമാധാനത്തിലാണെങ്കിലും, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒഴുക്കുണ്ടായാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശാന്തമായി ഉറങ്ങാൻ തുടങ്ങും. അന്നുവരെ ഉറക്കമില്ലാത്തവർ ശാന്തമായി ഉറങ്ങും. അന്നുവരെ ജീവിതത്തിൽ പ്രശ്നബാധിതർ സൗഖ്യമായി തുടങ്ങും. യേശു ഇവിടെ വന്ന് ഒരു പള്ളി മീറ്റിങ്ങിൽ ചെന്ന് നിങ്ങൾക്ക് അത്ഭുതം കിട്ടണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തുവിൽ നിങ്ങളുടെ ഉള്ളിലൊരു ക്രിസ്തു ഉണ്ടെന്നും ആ ക്രിസ്തുവിൻ്റെ നാമമാണ് നിങ്ങളുടെ പുറത്ത് കിടക്കുന്നതെന്നും ആ ക്രൂശിൽ കിടക്കുന്ന നാമത്തെ കണ്ട് യഹൂദൻ ഭയപ്പെട്ടെങ്കിൽ അതേക്കാളും ശ്രേഷ്ഠകരമായ ആ വാഗ്ദത്ത നാമമാണ് നിങ്ങളുടെ മുഖത്ത് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങളൊന്നും ഒന്നുമല്ല. നിങ്ങളിന്ന് ഈ ഭൂമി വിട്ട് പോയാൽ നിങ്ങൾ ഇത്രയും നാൾ ടെൻഷൻ അടിച്ചത്, ഇത്രയും നാൾ നിങ്ങൾ കുടുംബത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ആകുലപ്പെട്ടതൊന്നും നിങ്ങളെ കൂടെ വരത്തില്ല. അതൊക്കെ ഇവിടെ വെച്ച് തീരും. പക്ഷെ ദൈവം നിങ്ങൾക്ക് തരുന്ന സമാധാനമുണ്ടല്ലോ, അത് നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങളെ ജീവിതം തന്നെ മാറ്റും. ഒരു മനുഷ്യന് സമാധാനമില്ല എങ്കിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല, സ്റ്റേബിളായിട്ടിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ആരോഗ്യമല്ല, സമാധാനമാണ്. ക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞു, പോയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഒരുപാട് ചാട്ടയടി കൊണ്ടു, മുറിവേറ്റു, കൊല്ലപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ പോയി
തുറങ്കിലടയ്ക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു. പക്ഷേ അവരുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ഒരു വായു സഞ്ചരിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിൻ്റെ കാറ്റ് നിങ്ങളെ ശാസിക്കുകയും നടത്തുകയും ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനം ക്രിസ്തുവിൻ്റെ സമാധാനമാണ്. ഒരു മതത്തിന് നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നിനും നിങ്ങൾക്കതിനെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ നല്ല രീതിയിൽ നടത്താൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ശാന്തത തരാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ സ്വസ്ഥമായി ഒരു 3 ദിവസം ഉറങ്ങിയില്ലായെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ എല്ലാം താളം തെറ്റും. അവനെ ശാന്തമായി ഉറങ്ങണമെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിരിക്കണം. ആ ടെൻഷൻ ഫ്രീ ആകണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കേണ്ടത് സമാധാനമാണ്. അത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് പോലും ഇന്ന് സമാധാനമില്ലാതിരിക്കുമ്പോൾ, ഒരുപാട് ഉപദ്രവിക്കപ്പെട്ട് നഷ്ടപ്പെട്ട് ജീവിതത്തിലെല്ലാം തകർക്കപ്പെട്ട ശിഷ്യന്മാർ പിടിച്ചു നിന്നത് ക്രിസ്തുവിൻ്റെ സമാധാനത്തിലാണ്. ലോകത്തിലൊരു മനുഷ്യരിലും ആശ്രയം വയ്ക്കരുത്. ദൈവമാണ് നിങ്ങളുടെ ആശ്രയം. ഞാൻ എൻ്റെ മതത്തിൽ പോയി ദൈവത്തെ അന്വേഷിക്കും. അതിനകത്തും ക്രിസ്തു എന്ന സത്യത്തെയാണ് അവർ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആഴത്തിലിറങ്ങി പരിശോധിച്ച് നോക്ക്. ഏത് മതത്തിനകത്തും ക്രിസ്തു എന്ന ആ പോസിറ്റീവ് എനർജിയാണ് അവരെപ്പോഴും മനുഷ്യൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ സത്യം ഇന്ന് നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളെ ഭരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ പറയുകയാണ്. ഞാൻ ചുരുക്ക സമയം നിങ്ങളോട് തിരുവെഴുത്തുകൾ സംസാരിച്ചത് എൻ്റെ സമയം മാറ്റിവെച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഞാൻ വൈറലാകാനോ വേറെ ഒന്നിനുമല്ല. എന്നെ കേൾക്കുന്ന ഒരുപാട് സാധുവായിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് സമ്പന്നരാണെങ്കിലും ഉള്ളിൽ ഒരു ചെറിയ നോവുമിട്ട് ആരോടും പറയാൻ പറ്റാതെ നൊമ്പരങ്ങളുമിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ സന്ദേശം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ വിജയിക്കുമ്പോഴും നിങ്ങളുടെ പിറകിൽ ഒരു വലിയ മുറിവ് കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്രയോ നാളുകളായെങ്കിൽ, നിങ്ങൾ രോഗിയാണെങ്കിൽ എന്നോട് ചേർന്ന് ഒരു സെക്കൻഡ് നിങ്ങൾക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. മതവും വർണ്ണവും ജാതിയും ഒന്നും നോക്കാത്തവനായ പരമോന്നതനായ ദൈവമേ, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ക്രിസ്തു ഞങ്ങളെ വാഴുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ മുഴുവനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വെളിച്ചമാക്കി നിർത്തണം. ഞങ്ങളുടെ സ്വഭാവം മാറ്റണം, ഞങ്ങളുടെ കുടുംബത്തകർച്ചകൾ മാറ്റണം, രോഗം മാറ്റണം, ഞങ്ങളുടെ ഭയം മാറ്റണം. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നൊമ്പരങ്ങളും ഞങ്ങളെ വിട്ട് മാറിപ്പോകണം. ആ സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഇഴുകിച്ചേരണം. തളർന്നു കിടക്കുന്ന മുഴങ്കാലുകൾ എഴുന്നേറ്റ് വരണം. കർത്താവ് ഞങ്ങളെ നടത്തുമാറാകണം. ഞങ്ങളുടെ എല്ലാ ജോലിയും ബിസിനസ്സും ഒക്കെ അനുഗ്രഹിക്കപ്പെടണം. യേശുക്രിസ്തുവിൻ്റെ ആ മഹത്വമേറിയ തേജസ് ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകണം. ആ സമാധാനം ഉണ്ടാകണം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പിതാവേ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ലൈവിൽ കാണും വരെയും കർത്താവ് നമ്മെ ശ്രേഷ്ഠകരമായ പുച്ഛത്തിൽ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കും പോലെ മറയ്ക്കുമാറാകട്ടെ.